കോഴിക്കോട് മലേഷ്യ വിമാന സർവീസ് ദിനംപ്രതിയാക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് നിന്നും മലേഷ്യയിലേക്ക് സർവീസ് ആരംഭിച്ച മലേഷ്യൻ എയർലൈൻസ് ഉദ്യോഗസ്ഥരെ MDC പ്രസിഡന്റ് C. ചാക്കുണ്ണി ആദരിച്ചു. കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്ക് ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ട് നിന്നും നേരിട്ട് വിമാന സർവീസ് ആരംഭിച്ചതിന് മലേഷ്യൻ എയർലൈൻസ് ജനറൽ മാനേജർ സുരേഷ് രാമചന്ദ്രൻ നായരെ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ സന്തോഷവും നന്ദിയും അറിയിച്ചു. കോഴിക്കോട് വിമാനത്താവള ഉപദേശക സമിതി, മലബാറിലെ ജനപ്രതിനിധികൾ, എയർപോർട്ട് ഡയറക്ടർ, വിവിധ സംഘടനകൾ, അൽഹിന്ദ് ഉൾപ്പെടെയുള്ള ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജൻസികൾ എന്നിവരുടെ പരിശ്രമ ഫലമായാണ് മലേഷ്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞതെന്നും MDC പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി കിഴക്കേഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്ക് കോഴിക്കോട് നിന്നുള്ള നേരിട്ട സർവീസ് ആഗസ്റ്റ് 1-ാം തീയതി ആരംഭിച്ചിരിക്കുകയാണ്. അഭൂതപൂർവമായ ബുക്കിംഗാണ് അതിന് ലഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണുള്ളത്. അത് ദിനംപ്രതിയാക്കുകയും പിന്നീട് ദിവസം 2 സർവീസായാലും ധാരാളം ആൾക്കാരെ അത് ലഭിക്കാൻ സാധ്യത ഉണ്ട്. അത് മലബാറിൻ്റെ വിമാനയാത്രക്കാരെ ബുദ്ധിമുട്ടുന്ന അമിത വിമാന നിരക്കിനും യാത്രാക്ലേശത്തിനും അതിനു പുറമെ മലബാറിൻ്റെ സമഗ്ര മേഖലയ്ക്ക് ടൂറിസം ഗുണകരമാകും. കോഴിക്കോട് പ്രസ് ക്ലബിലെത്തിയ സുരേഷ് രാമചന്ദ്രൻ നായരെ C. ചാക്കുണ്ണി ഷോൾ അണിയിച്ച് ആദരിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, അഡ്വക്കേറ്റ് TM വേലായുധൻ, PA ജയപ്രകാശ്, അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MPM മുബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലവിൽ ആഴ്ചയിൽ 3 ദിവസമുള്ള സർവീസ് ദിനംപ്രതിയാക്കണമെന്നും MDC ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.